അസ്സല നിസ്കാരം. നിസ്കാരം ഇതിനെക്കുറിച്ചുള്ള വിവരണം. അൽ ഫിഖ്ഹു യൻഖസിമു ഇലാ അർബഅത്തി അഖ്സാം. ഫിഖ്ഹ് എന്നാൽ അത് 4 വിഭാഗമാകുന്നു. ഒന്ന് അൽ ഇബാദാത്ത്, ഒന്ന് ആരാധന സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചയാണ്. നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് പോലത്തവയെക്കുറിച്ചുള്ള ചർച്ചയാണ് ഒന്നാമത്തെ വിഭാഗത്തിൽ. രണ്ടാമത്തെ വിഭാഗം അൽ മുആമലാത്ത്, ഇടപാടുകൾ സംബന്ധമായ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ചയാണ്. കച്ചവടം പോലെയുള്ള ഇടപാടുകളെ സംബന്ധിച്ചുള്ള വിശദമായ ചർച്ചയാണ് രണ്ടാമത്തെ പാർട്ടിൽ. മൂന്നാമത്തെ പാർട്ട് അൽ മുനാക്കഹാത്ത്, അതായത് വിവാഹമോചനം എന്നിത്യാദി കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളാണ് മൂന്നാമത്തെ പാർട്ടിലുള്ളത്. നാലാമത്തെ പാർട്ട് അൽ ജിനായാത്ത്, അതായത് ക്രിമിനൽ നിയമങ്ങളെക്കുറിച്ചുള്ള ചർച്ചയാണ് നാലാമത്തെ പാർട്ടിലുള്ളത്. അഹമ്മു ഹാദിയിൽ അഖ്സാമി അൽ ഇബാദാത്ത്, ഈ 4 വിഭാഗത്തിൽ നിന്ന് ഏറ്റവും മുഖ്യമായ വിഭാഗം അൽ ഇബാദാത്ത്, അത് ഇബാദത്താകുന്നു. അഫ്ദലുൽ ഇബാദാത്തിൽ ബദനിയ അസ്സലാ, ശരീരം കൊണ്ടെടുക്കുന്ന ഇബാദത്തുകൾ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് അസ്സലാ, നിസ്കാരമാകുന്നു. വസ്സലാത്തു ലുഗത്തൻ അദ്വാ, സലാത്ത് എന്ന പദം ലുഗത്തൻ ഭാഷയിൽ അതിൻ്റെ അർത്ഥം അദ്വാ, പ്രാർത്ഥന എന്നാണ് അതിൻ്റെ അർത്ഥം. എന്നാൽ ഷറയിൽ അതിൻ്റെ അർത്ഥം അഖ്വാലുൻ വഅഫ്ആലുൻ മഖ്സൂസത്തുൻ മുഖ്തതഹത്തുൻ ബിത്തക്ബീരി മുഖ്തതമത്തുൻ ബിത്തസ്ലീം. അഖ്വാലുൻ വഅഫ്ആലുൻ മഖ്സൂസത്തുൻ, പ്രത്യേകമായ വാക്കുകളും പ്രവൃത്തികളുമാണ്. മുഖ്തതഹത്തുൻ ബിത്തക്ബീർ, തക്ബീർ കൊണ്ട് തുടങ്ങി, മുഖ്തതമത്തുൻ ബിത്തസ്ലീം, സലാം കൊണ്ട് അവസാനിക്കുന്ന ഏതാനും വാക്കുകളും പ്രവൃത്തികളും, പ്രത്യേകമായ വാക്കുകളും പ്രവൃത്തികളുമാണ് നിസ്കാരം എന്നാൽ ഷറയിൽ അതിൻ്റെ അർത്ഥം. വൽ മഫ്റൂദാത്തുൽ ഐനിയ ഖംസുൻ, ഓരോ വ്യക്തിയും എടുക്കൽ നിർബന്ധമായ ഫർദ് നിസ്കാരങ്ങൾ ഖംസുൻ, 5 ആകുന്നു. ഫീ കുല്ലി യൗമിൻ വ ലൈല, എല്ലാ രാപ്പകലിലും. ശുരിയത്ത്, ഈ നിസ്കാരത്തെ ശറഅക്കപ്പെട്ടു, നിയമമാക്കപ്പെട്ടത് ലൈലത്തുൽ ഇസ്റാ, ഇത് ഇസ്റാഇൻ്റെ രാത്രിയാണ്. എന്നാണ് ഇസ്റാ ഉണ്ടായത്? ബഅദ നുബുവത്തിൻ്റെ ശേഷം. എത്ര ശേഷം? ബി അശ്രി സിനീന വ സലാസത്തി അശ്ഹുർ, 10 കൊല്ലവും 3 മാസവും കഴിഞ്ഞതിന് ശേഷം. എപ്പോൾ? ലൈലത്ത് സബീം വൈശിരമീൻ, റജബിൻ്റെ 27 രാത്രിയിൽ. എന്നാൽ അത് എന്നാണ്, എപ്പോഴാണത് നടപ്പാക്കപ്പെട്ടത്? ഉഖീമത്ത്, അതിനെ നടപ്പാക്കപ്പെട്ടു. മിൻ ദുഹ്രി ദാലിക്കൽ യൗം, ആ ദിവസത്തെ ദുഹർ മുതൽ അതിനെ നടപ്പാക്കപ്പെട്ടു. ചോദ്യം 1, ഫിഖ് എത്ര വിഭാഗം? അവയവ. ചോദ്യം 2, ഈ 4 വിഭാഗങ്ങളിൽ നിന്ന് ഏറ്റവും മുഖ്യമായ വിഭാഗം ഏത്? ചോദ്യം 3, ശരീരം കൊണ്ട് എടുക്കുന്ന ഇബാദത്തുകൾ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് ഏത്? ചോദ്യം 4, സ്വലാത്ത് എന്നാൽ ഭാഷയിൽ അതിൻ്റെ അർത്ഥമെന്ത്, ഷറയിൽ അതിൻ്റെ അർത്ഥമെന്ത്? ചോദ്യം 5, മഫ്റൂദാത്തുൽ ഐനിയ എത്ര? ചോദ്യം 6, എന്നാണ് ഈ 5 നിസ്കാരങ്ങൾ ശറഅക്കപ്പെട്ടത്? ചോദ്യം 7, ഏതു മുതലാണ് അത് നടപ്പാക്കപ്പെട്ടത്? അസ്സലാമു അലൈക്കും. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. ഫിഖ് ക്ലാസ് തുടരുകയാണ്. കഴിഞ്ഞ ഒരു പാരഗ്രാഫ് എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ടാകുമെന്ന് മനസ്സിലാക്കുന്നു. രണ്ടാമത്തെ പാരഗ്രാഫാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്.
അതിൻ്റെ ഹെഡിങ് വുജൂബു സ്വലാത്ത്, നിസ്കാരം നിർബന്ധമാവൽ. ആർക്കൊക്കെയാണ് നിസ്കാരം നിർബന്ധമാകുന്നത് എന്ന് പഠിപ്പിക്കുന്ന ഒരു പാരഗ്രാഫാണിത്. ഇന്നമാ തജിബുൽ മക്തൂബാത്തുൽ ഖംസു അലാ കുല്ലി മുസ്ലിമിൻ മുക്കല്ലഫിൻ ത്വാഹിരിൻ ഫലാ യജിബുൽ ഖളാഉ അലാ കാഫിരിൻ അസ്ലിയിൻ ഇദാ അസ്ലമ. ഇന്നമാ തജിബുൽ മക്തൂബാത്തുൽ ഖംസ്, 5 ഫർദ് നിസ്കാരങ്ങൾ നിർബന്ധമാവുകയുള്ളൂ. അലാ കുല്ലി മുസ്ലിമിൻ മുക്കല്ലഫിൻ, പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള എല്ലാ മുസ്ലിമിൻ്റെ മേലും ഈ 5 നിസ്കാരങ്ങൾ നിർബന്ധമാകും. താഹിരിൻ, ശുദ്ധിയും പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള എല്ലാ മുസ്ലിങ്ങൾക്കും ഈ 5 വക്ത് നിസ്കാരം നിർബന്ധമാണ്. അവർക്ക് മാത്രമാണ് നിർബന്ധം എന്ന് വരുമ്പോൾ വലാ യജിബുൽ ഖളാഉ, ഖളാ വീട്ടേണ്ടതില്ല. അലാ കാഫിരിൻ അസ്ലിയിൻ, ആദ്യമേ കാഫറായ ഒരാൾ ഇദാ അസ്ലമ, അവൻ മുസ്ലിമായാൽ, ജന്മന കാഫറായ ഒരാൾ മുസ്ലിമായാൽ അവൻ കാഫറായ സമയത്തുള്ള നിസ്കാരം ഖളാ വീട്ടൽ നിർബന്ധമില്ല. കാരണം അവൻ നിസ്കാരം നിർബന്ധമില്ലായിരുന്നു. അതുകൊണ്ട് വല അലാ സബിയിൻ, കുട്ടിയുടെ മേലും നിസ്കാരം നിർബന്ധമില്ല. ഇദാ ബലഗ, അവൻ പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ. കുട്ടിയുടെ മേലിൽ നിസ്കാരം ഖളാ വീട്ടൽ നിർബന്ധമില്ല. ഇദാ ബലഗ, അവന് പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ. പ്രായപൂർത്തി എത്തുന്നത് വരെയുള്ള അവൻ്റെ നിസ്കാരം പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞതിന് ശേഷം ഖളാ വീട്ടൽ നിർബന്ധമില്ല. എന്തുകൊണ്ട്? കുട്ടിക്ക് നിസ്കാരം നിർബന്ധമില്ല, അവൻ പ്രായപൂർത്തി എത്തിയ ആളല്ല. അതുപോലെ വല അലാമൻ സാല അഖ്ലുഹു, അവൻ്റെ ബുദ്ധി നീങ്ങിയിരിക്കുന്നു, അങ്ങനത്തെ ഒരാൾ, അദ്ദേഹത്തിൻ്റെ മേലും നിസ്കാരം നിർബന്ധമില്ല. ബുദ്ധി നീങ്ങുക എന്ന് പറഞ്ഞാൽ പരിധി വിട്ട് കടന്നുകൊണ്ടുള്ള ബുദ്ധി നീങ്ങലല്ല. കള്ളു കുടിച്ചുകൊണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പരിധി വിട്ട് കടന്നുകൊണ്ടുള്ള ബുദ്ധി നീങ്ങൽ അല്ല. പരിധി വിട്ട് കടക്കാതെയുള്ള ബുദ്ധി നീങ്ങലാണെങ്കിൽ അങ്ങനെ ബുദ്ധി നീങ്ങിയ ആളുടെ മേൽ നിസ്കാരം ഖളാ വീട്ടൽ നിർബന്ധമില്ല. ബിനഹബി ജുനൂനിൻ, ബുദ്ധി നീങ്ങുന്നത് ബിനഹബി ജുനൂനിൻ, ഭ്രാന്ത് പോലത്തത് കൊണ്ട്, ഔയമായിൻ, അല്ലെങ്കിൽ ബോധക്ഷയം പോലത്തത് കൊണ്ട്, അങ്ങനെയുള്ള ബുദ്ധി നീങ്ങിയ ആളുടെ മേൽ നിസ്കാരം ഖളാ വീട്ടൽ നിർബന്ധമില്ല. ഇദാ അഫാഖ, അവന് തെളിഞ്ഞാൽ. അതുപോലെ വല അല ഹൈദിൻ വല നുഫസാ, ആർത്തവമുള്ള സ്ത്രീയുടെ മേലിലും അതുപോലെ നിഫാസ് രക്തം, പ്രസവരക്തം ഉള്ള സ്ത്രീയുടെ മേലിലും നിസ്കാരം ഖളാ വീട്ടൽ നിർബന്ധമില്ല. ഇദാ തഹറത്ത, അവർ രണ്ടാളും അതിൽ രണ്ടിൽ നിന്നും ശുദ്ധിയായി കഴിഞ്ഞാൽ. ലാക്കിൻ യുസന്നു ഖളാഉ മാ ഫാത്ത സമന സിബ, എങ്കിലും കുട്ടിക്കാലത്ത് ഉള്ള നിസ്കാരം അത് ഖളാ വീട്ടൽ സുന്നത്താണ്. യുസന്നു ഖളാഉ മാ ഫാത്ത സമന സിബ, കുട്ടിക്കാലത്ത് ഖളാ ആയി പോയ നിസ്കാരം ഖളാ വീട്ടൽ സുന്നത്താണ്. ബഅദ തമീസിൻ്റെ ശേഷമുള്ള കുട്ടിക്കാലം, വകതിരിവായതിൻ്റെ ശേഷമുള്ള പ്രായപൂർത്തി എത്തുന്നത് വരെയുള്ള ആ കുട്ടിക്കാലത്ത് ഖളാ ആയിപ്പോയ നിസ്കാരം ഖളാ വീട്ടൽ സുന്നത്തുണ്ട്. എന്നാൽ തമീസിൻ്റെ മുമ്പ് ഉള്ള നിസ്കാരങ്ങളെ പറ്റി അല്ല ഈ പറയുന്നത്. അതുപോലെ വസമനൽ ജുനൂനി വല്യകുമായി, ഭ്രാന്തായ കാലഘട്ടത്തിലും വല്യകുമായി, അതുപോലെ ബോധക്ഷയം സംഭവിച്ച കാലഘട്ടത്തിലും ഖളാ ആയിപ്പോയ നിസ്കാരവും ഖളാ വീട്ടൽ സുന്നത്തുണ്ട്. എന്നാൽ വയഹ്റുമു ഖളാഉ മാ ഫാത്ത സമനൽ ഹൈളി, ഹൈളിൻ്റെ സമയത്ത്, ആർത്തവത്തിൻ്റെ സമയത്ത് നഷ്ടപ്പെട്ടു പോയ നിസ്കാരം ഖളാ വീട്ടൽ ഹറാമാണ്. അതുപോലെ വന്നിഫാസി, പ്രസവരക്തം സംഭവിച്ച സമയത്ത് ഖളാ ആയിപ്പോയ നിസ്കാരവും ഖളാ വീട്ടൽ ഹറാമാണ്. എന്നാൽ അമ്മൽ മുർത്തദ്ദു വൽ മുതഅദ്ദി ബിസക്രിഹി, എന്നാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയ ആൾ, അതുപോലെ വൽ മുതഅദ്ദി ബിസക്രിഹി, അവൻ്റെ മസ്ത് കൊണ്ട് പരിധി വിട്ട് കടന്ന ആൾ, കള്ളു കുടിച്ച് മസ്തായി, അങ്ങനെയുള്ള പരിധി വിട്ട് കടന്നുകൊണ്ട് മസ്തായ ആൾ, അങ്ങനെയുള്ള ആളുകൾക്ക് ഫയജിബു അലൈഹിമൽ ഖളാഉ,
അവരുടെ മേൽ ഖളാ നിർബന്ധമാണ്. എന്നാൽ ഒമനുത്തുറയില ഇസാലത്തി അഖിലിഹി, ഇനി അവൻ്റെ ബുദ്ധി നീക്കലിലേക്ക് നിർബന്ധിതമായാൽ, ഒരു നിർബന്ധ സാഹചര്യത്തിൽ ബുദ്ധി ബോധം കെടുത്തേണ്ടി വന്നു, ലി അമലിയത്തിൻ ജിറാഹിയ, ഒരു ശസ്ത്രക്രിയക്ക് വേണ്ടി, ഒരു സർജറിക്ക് വേണ്ടി, ഔ നഹ്വിഹ, അല്ലെങ്കിൽ അതുപോലത്തെ മറ്റെന്തെങ്കിലും കാരണത്തിന് വേണ്ടി ബോധം കെടുത്തൽ, അതായത് ബുദ്ധി നീക്കലിലേക്ക് നിർബന്ധിതമായാൽ, ഫലാ തഅദ്ദിയ ഫിഹി, അതിൽ പരിധി വിട്ട് കടക്കലില്ല, അതുകൊണ്ട് ഫലാ ഇസ്മ, കുറ്റവുമില്ല, വലാ ഖളാ, ആ ഖളാ വീട്ടേണ്ടതും ഇല്ല.